ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ആപ്പ്. എൻട്രി ആപ്പിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഡിസംബർ ലാസ്റ്റ് ജാനുവരി ഫസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് സെഷനാണ് ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് പാർട്ടിലും അതേ രീതിയിൽ കുറച്ച് സമയം കൊണ്ട് കുറച്ച് ചോദ്യങ്ങളും കുറച്ച് എക്സ്പ്ലനേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, റീസെൻ്റ്ലി DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് യൂസർ ഇവാലുവേഷൻ ട്രയൽസ് ഓഫ് ന്യൂ ജനറേഷൻ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം പാവിംഗ് ദ വേ ഫോർ ഇറ്റ്സ് ഇൻഡക്ഷൻ ഇൻ ടു ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്. What is the name of the missile system with the extended range of 70 to 80 kilometers and AESA radar? അപ്പം നമുക്ക് എന്താണ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റത്തിൻ്റെ ന്യൂ ജനറേഷൻ ഇന്ത്യൻ ആർമിയിലേക്ക് ഇൻഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പേരറിയാൻ പറ്റും, ആകാശ് NG എന്നാണ് ആ മിസൈൽ സിസ്റ്റത്തിൻ്റെ പേര്. ഓക്കെ, ആകാശ് NGയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ ആകാശ് എന്നുള്ളതാണ് NG കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, equipped with indigenously RF seeker and propelled by solid rocket motor. ഇപ്പോൾ ഈ RF സീക്കറും പ്രൊപ്പൽഡ് റോക്കറ്റ് മോട്ടോർ സിസ്റ്റം ഒക്കെ ഡെവലപ്ഡ് ആയിട്ടുള്ള ആർമി സിസ്റ്റമായിട്ടുള്ള അമേരിക്ക, ചൈന, റഷ്യ, ഇസ്രായേൽ ഇതേപോലുള്ള രാജ്യങ്ങളുടെ ടെക്നോളജിയാണ്. അതെന്ത് ചെയ്യുമെന്ന് നമുക്ക് ഇങ്ങോട്ട് വരികയാണ്. ഇതൊരു MFR റഡാറിൻ്റെ ഫങ്ഷനിങ് ഇതിനകത്തുണ്ട്. മൾട്ടി ഫങ്ഷൻ റഡാർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇത് ഇൻഡക്റ്റ് ചെയ്തത് ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. അപ്പം ഒരു പത്രവാർത്ത വരുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് നമുക്ക് എടുക്കാൻ കഴിയുന്നത് കണ്ടോ. ഇങ്ങനെയാണ് ഒരു ചോദ്യം ഒരു ഉത്തരവല്ലാതെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടിലേക്ക് പോകുമ്പോൾ NGയുടെ ഫുൾ നെയിം നമുക്ക് അവിടുന്ന് കിട്ടി, MFRൻ്റെ ഫുൾ നെയിം നമുക്ക് കിട്ടി, അല്ലയോ, സോളിഡ് റോക്കറ്റ് മോട്ടർ, അല്ലയോ, RF സീക്കർ, ഇതൊക്കെയുള്ള സിസ്റ്റം ഏത്, അല്ലെങ്കിൽ മിസൈൽ ലോഞ്ച് വെഹിക്കിൾ, കൺട്രോൾ യൂണിറ്റ്, ഇതൊക്കെയുള്ള 70 to 80 കിലോമീറ്റർ ഇത്രയും സിസ്റ്റം ഉണ്ടായിട്ട് തന്നെ 70 മുതൽ 80 കിലോമീറ്റർ വരെ സ്ട്രൈക്ക് റേഞ്ച് ഉള്ള ആളാണ് ആകാശ് NG എന്ന് പറയുന്നത്. ഡിഫൻസ് ആൻഡ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയിരുന്നു 2025 ആകാശ് NG എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയാൽ. അപ്പോൾ ആകാശ് NG ഉറപ്പായിട്ട് നമുക്ക് ചോദ്യത്തിലുണ്ടാകുന്ന ചോദ്യമാണ്. അടുത്തൊന്ന് നോക്കിയേ, നമ്മുടെ സുനാമി റിഹാബിലിറ്റേഷനും സുനാമി വാർണിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഇന്ത്യ ഈസ് ദി ഫസ്റ്റ് ടു became the first country in the Indian Ocean region to have 100 villages certified as tsunami ready. അപ്പം സുനാമി റെഡി വില്ലേജസ് ആയി അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ ആദ്യമായി 100 സുനാമി റെഡി വില്ലേജസ് ഡെവലപ്പ് ചെയ്ത ഇന്ത്യൻ ഓഷ്യൻ റീജിയണിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ, അണ്ടർ വിച്ച് ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ് ആർ കോസ്റ്റൽ കമ്മ്യൂണിറ്റി സർട്ടിഫൈഡ് ആസ് സുനാമി റെഡി? അതായത് ഈ സമുദ്രതീരത്തോ കടൽ തീരത്തോ ഉള്ള ഗ്രാമങ്ങളെ, നമുക്കറിയാമല്ലോ, നമ്മൾ കൂടുതലും കേരളം കൂടുതലായിട്ടും എവിടെയാണ്? സമുദ്രത്തിന്, കടലിന് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം സുനാമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ 2005 സുനാമി ആഞ്ഞടിച്ചിരുന്നു, അല്ലേ? സുനാമി ആഞ്ഞടിച്ചിരുന്നു. ആ സുനാമി ആഞ്ഞടിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലേ, ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ച പ്രദേശങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ച ഒരു പ്രദേശത്ത് നിന്ന് വളരെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ് ഞാൻ. കൊല്ലം ജില്ലയിലെ ആലപ്പാട് കേട്ടിട്ടുണ്ടായിരിക്കും. അന്ന് സുനാമി വാർണിംഗ് സിസ്റ്റം ഒന്നും ഇല്ല ആ കാലഘട്ടത്തിൽ, 21 ഇയേഴ്സ് ബാക്കാണ്. അപ്പോൾ അന്ന് ഇല്ലാതിരുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ മരിച്ചിരുന്നു. അപ്പോൾ ഇനിയും സുനാമിയൊക്കെ ഉണ്ടാവുകയാണ് എങ്കിൽ ഇത്രത്തോളം എന്തുണ്ടായിരുന്നത്? ഹസാർഡ്സ് ഉണ്ടായിരിക്കരുത്, അല്ലേ? ഇത്രത്തോളം കമ്മ്യൂണിറ്റി ത്രെഡ്സ് നമുക്ക് ഉണ്ടായിരിക്കരുത്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് സുനാമി റെഡി വില്ലേജ് എന്ന് പറയുന്നത്. ഇത് ആരുടെ ഇനിഷ്യേറ്റീവാണ്? ഇത് യുനെസ്കോയുടെയും IOC സുനാമി റെഡി പ്രോഗ്രാമിൻ്റെയുമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. സിമ്പിളാണ്, നമുക്ക് ചിത്രം കണ്ടങ്ങ് പഠിക്കാം. നോക്കിയേ, വാട്ട് ഈസ് സുനാമി റെഡി മീൻസ്? സുനാമി റെഡി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സുനാമി റെഡി വില്ലേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഹൈ പബ്ലിക് അവയർനെസ് അബൌട്ട് സുനാമി റിസ്ക്. അതായത് ഒരു സുനാമി അടിച്ചാൽ എന്തൊക്കെ റിസ്ക് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് എന്തുണ്ടായിരിക്കും? നല്ല രീതിയിലുള്ള അവയർനെസ് ഉണ്ടായിരിക്കും. നല്ല രീതിയിലുള്ള അവയർനെസ് ഉണ്ടായിരിക്കും. ഹസാർഡ് പ്രിപ്പയർഡ്നെസ് ആൻഡ് മാപ്പിംഗ്. അതായത് സുനാമി അടിക്കുന്നതിന് മുമ്പ് തന്നെ, അതാ സുനാമി ഉണ്ടാകാൻ പോവുകയാണ്, അതിൻ്റെ ഡെൻസിറ്റി ഇത്രയായിരിക്കും എന്ന് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയണം. പബ്ലിക് ഡിസ്പ്ലേ ഓഫ് ഇവാക്യുവേഷൻ റൂട്ട്സ്. അതായത് സുനാമി ഉണ്ടാകുന്നതിന് മുമ്പ് ആൾക്കാരെ ഒഴിപ്പിക്കും,
അതിനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരിക്കും. റോഡ്, റെയിൽവേ വരത്തില്ല, പാലങ്ങൾ, ഇതേപോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. 24/7 വാർണിംഗ് സിസ്റ്റം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ഇൻ മോക്ക് ഡ്രിൽസ്, അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ടായിരിക്കും, കൃത്യമായിട്ട് ഇടവേളകളിൽ എന്തുണ്ടായിരിക്കും, മോക്ക് ഡ്രിൽസ് ഉണ്ടായിരിക്കും. സോ ഒരു വില്ലേജിനെ സുനാമി റെഡി വില്ലേജ് എന്ന് വിളിക്കുമ്പോൾ ആ വില്ലേജിനുണ്ടാകുന്ന സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമതെന്ന് പറയുന്നത് ഹൈ പബ്ലിക് അവയർനെസ് എബൌട്ട് സുനാമി റിസ്ക്, അതായത് സുനാമി അടിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്ക് എന്തൊക്കെയാണെന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം കടൽ തീരത്ത് താമസിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ സുനാമി ഉണ്ടാകുമ്പോൾ വീടൊക്കെ വിട്ടു പോകേണ്ടി വരും. ചിലർ അതിനൊന്നും വില്ലിങ് ആയിരിക്കത്തില്ല, അല്ലയോ? അവരെ പറഞ്ഞത് മനസ്സിലാക്കി അവരെ അവിടെ നിന്ന് മാറ്റണ്ടേ. രണ്ടാമത്തേന്ന് പറയുന്നത് ഹസാർഡ് പ്രിപ്പയർഡൻസ് ആൻഡ് മാപ്പിംഗ്, അതായത് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ദുരന്തത്തെ അതിജീവിക്കാനായിട്ടുള്ള, ദുരന്തത്തിൻ്റെ ശേഷി കുറയ്ക്കാനായിട്ടുള്ള പരിപാടികൾ ചെയ്യുക. പബ്ലിക് ഡിസ്പ്ലേ ഓഫ് ഇവാക്യുവേഷൻ റൂട്ട്, അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ് ഇവാക്യുവേഷൻ നടത്തണം. ആ ഇവാക്യുവേഷൻ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള റൂട്ടുകൾ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ 24/7 വാർണിംഗ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അതേപോലെ തന്നെ എന്താണ്, പാർട്ടിസിപ്പേഷൻ ഇൻ മോക്ക് ഡ്രിൽസ്, അതായത് നമ്മുടെ കോസ്റ്റൽ വില്ലേജുകളിലെല്ലാം സുനാമിയുമായി ബന്ധപ്പെട്ട ഈ അവയർനെസ്സിൻ്റെ ഒരു എന്താണ് സൈറനുണ്ട്. ആ സൈറൻ അടിക്കുമ്പോൾ അങ്ങനെ മോക്ക് ഡ്രിൽസൊക്കെ കോസ്റ്റ് ഗാർഡും സ്റ്റേറ്റ് അതോറിറ്റീസും ഒക്കെ നടത്താറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഇത് നടത്തുന്നത് യുനെസ്കോയുടെ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓഷ്യനോഗ്രാഫിക് കമ്മീഷനാണ്. അതിനകത്തൊരു IOC കിടപ്പുണ്ടായിരുന്നു. യുനെസ്കോ IOCയുടെ പ്രൊജക്റ്റാണ്. IOC എന്ന് മാത്രമേ ഉള്ളൂ, അത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയോ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോ ഒന്നുമല്ല. എന്താണ് അതിൻ്റെ പൂർണ്ണരൂപം? ഇൻ്റർ ഗവൺമെൻറ്റൽ ഓഷ്യനോഗ്രഫി കമ്മീഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഇന്ത്യയിൽ 100 വില്ലേജസിൽ 24 വില്ലേജുകൾക്ക് എന്ത് കിട്ടി? സർട്ടിഫിക്കേഷൻ കിട്ടി. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുനാമി റെഡി വില്ലേജസ് ഒഡീഷയിലാണ്. ഓക്കെ, ഗുജറാത്ത്, കേരള, ആന്ധ്രാപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ എന്ത് ചെയ്യുന്നു എന്നുള്ള കോസ്റ്റൽ വില്ലേജസിലും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ 9 എണ്ണം, 100 എണ്ണത്തിൽ 9 എണ്ണം നമ്മുടെ സ്റ്റേറ്റ് കേരളത്തിലാണ്. അത് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുന്ന മന്തിൽ എന്ത് ചെയ്യും? കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ സുനാമി റെഡി വില്ലേജസ് എന്താണെന്നും അതിന് സപ്പോർട്ടീവ് എവിടുന്നൊക്കെയാണെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം റൂൾ ഓഫ് ഇൻകോസിസിൻ്റെ പൂർണ്ണരൂപം പഠിക്കുക. ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇതാണ് ഇന്ത്യൻ സുനാമി ഏർലി വാർണിംഗ് സെൻറ്ററിൻ്റെ നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇവരെന്ത് ചെയ്യും? ലോകത്തെമ്പാടും നടക്കുന്ന ഭൂകമ്പങ്ങളെ മാർക്ക് ചെയ്യും. അതായത് ഈ കടലോര പ്രദേശങ്ങളിൽ കടലിൻ്റെ അടിത്തട്ടിലുണ്ടാകുന്ന ഭൂകമ്പങ്ങളെ മാർക്ക് ചെയ്യും. അത് റിക്ടർ സ്കെയിലിൽ 6 അതിന് മുകളിൽ പോകുന്നതിനെ അവർ പ്രത്യേകം കണ്ടെത്തും. അപ്പോൾ തന്നെ സമീപത്തുള്ള രാജ്യങ്ങളിലും ഇന്ത്യയിലുള്ള വില്ലേജസിലും അവരെന്ത് ചെയ്യും? സുനാമി വാർണിംഗ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ യുനെസ്കോ IOC ഇവരെന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദിസ് കോമൺലി ഡ്രൈവ് ഇനിഷ്യേറ്റീവ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് നീഡ് ടു ബി പ്രോ ആക്റ്റീവ്. ഇൻകോസിസിൻ്റെ പുതിയ ഡയറക്ടർ ജനറലിൻ്റെ പേരൂടെ പഠിക്കുക. മലയാളിയായിട്ടുള്ള ബാലകൃഷ്ണൻ നായരാണ്. ഓക്കെ, അപ്പോൾ നോഡൽ ഏജൻസി ഫോർ, അപ്പോൾ യുനെസ്കോയുടെ IOCയുടെ പ്രോജക്റ്റാണ്. ഇന്ത്യയിൽ ഇത് നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇൻകോസിസ് ആണ്. ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് ആണ് ഇതിൻ്റെ നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അടുത്ത പോയിന്റിലേക്ക്, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ. റീസെൻ്റ്ലി കിംബർലി പ്രോസസ് plenary selected India to assume the chairmanship of Kimberley process from January 2026. അപ്പം ജാനുവരി 2026 മുതൽ കിംബർലി പ്രോസസ് പ്ലീനറിയുടെ ചെയർ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്ത് പറയണം? ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ഈ കിംബർലി പ്രോസസ്സിൻ്റെ പ്രിലിമിനറി ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടു പ്രിവെൻറ്റ് ദി ട്രേഡ് ഇൻ കോൺഫ്ലിക്റ്റ് ഇൻ ഡയമണ്ട്സ് ആണ്. ഡയമണ്ട് മർച്ചൻസിയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കുന്ന ഇൻ്റർനാഷണൽ ഏജൻസിയാണ് കിംബർലി പ്രോസസ് എന്ന് പറയുന്നത്. സോ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയാണ് 2026 ജാനുവരി 1 മുതൽ ഇതിൻ്റെ ചെയർമാൻഷിപ്പിലേക്ക് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ 2025 ഡിസംബറിൽ ഇതിൻ്റെ ഉത്തരവ് പുറത്ത് വന്നിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് ഇൻവോൾവിങ് ഗവൺമെൻറ്റുകളുണ്ട്. ഈ ഒരു കിംബർലി പ്രോസസ്സിൽ ഇൻ്റർനാഷണൽ ഡയമണ്ട് ഇൻഡസ്ട്രി ഉണ്ട്, സിവിൽ സൊസൈറ്റി ഉണ്ട്. എന്താണ് ഇതിൻ്റെ എയിം? കോൺഫ്ലിക്റ്റ് ഇൻ ഡയമണ്ട്
മനസ്സിലായല്ലോ. പ്രിവെൻറ്റിംഗ് ദി ട്രേഡ് ഇൻ കോൺഫ്ലിക്റ്റ് ഇൻ ഡയമണ്ട് ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. സോ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇതിൻ്റെ മീറ്റിങ്ങിൽ ശ്രീ പീയൂഷ് ഗോയൽ, യൂണിയൻ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള അദ്ദേഹം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. കിംബർലി പ്രോസസ്സിനെ സംബന്ധിച്ച് നമ്മൾ പുതിയൊരു ഓർഗനൈസേഷൻ അല്ലേ, 2003 ജാനുവരിയിലാണ് ഇത് നിലവിൽ വരുന്നത്. മനസ്സിലായല്ലോ, 2003 ജാനുവരിയിലാണ് നിലവിൽ വരുന്നത്. ഇതിനകത്ത് 60 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഉണ്ട്. 60 രാജ്യങ്ങളും ഏജൻസി ആയിട്ട് ആരുണ്ട്, യൂറോപ്യൻ യൂണിയനുണ്ട്. KP-യിലുള്ള രാജ്യങ്ങൾ, ഈ 60 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനാണ് വേൾഡ് ഡയമണ്ട് ട്രേഡിൻ്റെ 99%ഉം ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, കൂടുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും പോലെ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ സൂററ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഡയമണ്ടിൻ്റെ നിക്ഷേപങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇന്ത്യ 2026 ജാനുവരി 1 മുതൽ കിംബർലി പ്രോസസ്സിൻ്റെ അധ്യക്ഷൻ ആരാണ്, നമ്മൾ ഇന്ത്യയാണ്, മറക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വേഗം പോകാം. അടുത്ത ചോദ്യം നോക്കിയേ. റീസെൻ്റ്ലി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റിലീസ്ഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ ട്രൈബൽ ലാംഗ്വേജ് റിട്ടൺ ഇൻ ഓൾ ചിക്കി സ്ക്രിപ്റ്റ്. അപ്പം ഓയിൽ ചിക്കി സ്ക്രിപ്റ്റിൽ എഴുതിയ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പതിപ്പ് നമ്മളുടെ ദ്രൗപദി മുർമു അല്ലേ, നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ശ്രീമതി ദ്രൗപദി മുർമു പുറത്തുവിട്ടു. വിച്ച് ലാംഗ്വേജ് വാസ് ദി എഡിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ റിലീസ്? സ്ക്രിപ്റ്റിൻ്റെ പേരാണ് ഓൾ ചിക്കി. ഏത് ലാംഗ്വേജിലാണ് വന്നത്? സന്താളി ലാംഗ്വേജിലാണ്. ഏത് ലാംഗ്വേജിലാണ്? ട്രൈബൽ ലാംഗ്വേജ് ആയിട്ടുള്ള സന്താളി ലാംഗ്വേജിലാണ് വന്നത്. അപ്പം നമുക്കറിയാം ജനുവരി 26 നമുക്കറിയാമല്ലോ, അത് ഇൻ്റർനാഷണൽ ലോ ഡേ ആണ്, റിപ്പബ്ലിക്കൻ ഡേ ആണ്. അതുപോലെ തന്നെ ജാനുവരി 26 നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. ഓക്കെ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സെഡ് ദ ഇയർ വി ആർ സെലിബ്രേറ്റിംഗ് ദ സെനിറ്ററി ഓഫ് ഓൾ ചിക്കി സ്ക്രിപ്റ്റ്. അതായത് 2025 എന്ന് പറയുന്നത് ഓൾ ചിക്കി സ്ക്രിപ്റ്റ് കണ്ടെത്തിയിട്ട് 100 വർഷം പൂർത്തിയാകുന്ന വർഷമാണ്. ദ സന്താളി ലാംഗ്വേജ് വിച്ച് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദി 8th ഷെഡ്യൂൾഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 8ാമത്തെ ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏത് ഭാഷയിലും കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്ത് പുറത്തിറക്കാം. അപ്പോൾ സന്താളി ലാംഗ്വേജ് നമുക്കറിയാം രാഷ്ട്രീയ ജനജാതീയ വർഷമാണ് അല്ലേ, 2025. അതുകൊണ്ടാണ് സന്താളി ലാംഗ്വേജിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പുറത്തിറക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പം ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ എന്നീ പ്രദേശങ്ങളിലെ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് സന്താളി. അപ്പം നമ്മളുടെ ശ്രീമതി ദ്രൗപദി മുർമു സന്താൾ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ കൂടിയാണ് അല്ലേ. ശ്രീമതി ദ്രൗപദി മുർമു ഏത് വിഭാഗത്തിൽ നിന്നുള്ള ആൾ കൂടിയാണ്? ട്രൈബാണ്. ഒരു സന്താൾ വിഭാഗത്തിൽ നിന്നുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇൻകർഷൻ നമ്മൾ എന്ത് ചെയ്തതാണ്, പഠിച്ചതാണ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വേഗം ഒന്ന് പോയാലോ. ഓക്കെ, റീസെൻ്റ്ലി അർമേനിയ അൺവീൽഡ് ദി ഒഫീഷ്യൽ ലോഗോ ഓഫ് 17th കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഇൻ ദി കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺവെൻഷൻ 2026 നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അർമേനിയയിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ അർമേനിയ എൻ്റെ ലോഗോ പുറത്തിറക്കിയായിരുന്നു, ബയോഡൈവേഴ്സിറ്റി ഇല്ലയോ. അപ്പം അതിനകത്തൊരു എക്സ്ക്ലൂസീവ് സ്പീഷീസിൻ്റെ ചിത്രമാണ് അവരെന്ത് ചെയ്തത്, ലോഗോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പം COP17 കോൺഫറൻസ് ഓഫ് പാർട്ടി 17 എന്ന് പറഞ്ഞത് 17th കോൺഫറൻസ് ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അർമേനിയ എന്ന് പറഞ്ഞ രാജ്യത്ത് വെച്ചിട്ടാണ്. എവിടെ വെച്ച് അതിനകത്തൊരു ചിത്രം, ഒരു എക്സ്ക്ലൂസീവ് സ്പീഷീസ് ഉൾപ്പെടുത്തുന്നു. അത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇർവിയൻ അനോമലസ് ബ്ലൂ ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടോ? ഇതാണ്ടിരിക്കുന്നു, ഇതാണ് സാധനം. അർമേനിയാസ് റെയർ ബട്ടർഫ്ലൈ ബിക്കെയിം ദി ഫേസ് ഓഫ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ടോക്ക്. ഓക്കെ, അർമേനിയയുടെ അവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാണ് ഇർവിയൻ ബ്ലൂ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. സോ അതിൻ്റെ ലോഗോയാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ലോഗോ കാണാം. ആ ലോഗോ ഡിസൈനിൽ കാണുന്ന നമ്മുടെ ബട്ടർഫ്ലൈ ഇതായിരിക്കുന്നു. നല്ല രസമാണ് ഇതിനെ നേരിട്ട് കാണാനായിട്ട്. വളരെയധികം ഇതാണ്. ഇതെന്ന് പറയുന്നത് അവിടുത്തെ ഒരു എൻഡമിക്കാണ്. മനസ്സിലായല്ലോ, അവിടുത്തെ ഒരു എൻഡമിക്കാണ് ആ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. അപ്പം COP17 അതിൻ്റെ ലോഗോയ്ക്കകത്ത് വരുന്ന ബട്ടർഫ്ലൈ ഈ ഒരു ബട്ടർഫ്ലൈ ചേട്ടനാണ്. അടുത്തെന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ന്യൂ ജനറേഷൻ ഫാസ്റ്റ് പെട്രോൾ വെസൽ വാസ് കമ്മീഷൻഡ് ഇൻ ടു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഫ്ലീറ്റ് ഇൻ ഗോവ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫാസ്റ്റ് പെട്രോൾ വെസൽ? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ ഫാസ്റ്റ് പെട്രോൾ വെസലിൻ്റെ പേരെന്താണ്? അമൂല്യ എന്നാണ് പേര്. എന്താണ് അതിൻ്റെ പേര്? അമൂല്യ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അമൂല്യ എന്ന് പറയുമ്പോൾ വേർഡ് തന്നെ നമുക്കറിയാമല്ലോ, എന്താണ് അമൂല്യമായിട്ടുള്ളത്. ഓക്കെ, December 19th ഇത് കമ്മീഷൻ ചെയ്തത്. എന്നാണിത് കമ്മീഷൻ ചെയ്തത്? December 19th ഇത് കമ്മീഷൻ ചെയ്തത്. അപ്പം നമുക്കറിയാം അമൂല്യ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രൈസ്ലെസ്, നമുക്ക് മൂല്യം കണക്കാക്കാൻ കഴിയാത്തത്. മനസ്സിലായല്ലോ. ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ അമിതാഭ്
പ്രസാദാണ് ഇത് കമ്മീഷൻ ചെയ്തത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 51 മീറ്റർ വെസലാണ്. ഗോവ ഷിപ്പ് യാർഡാണ് ഇത് ബിൽഡ് ചെയ്തത്. ഇതിൻ്റെ മെറ്റീരിയൽ 60% ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. എന്ത് ചെയ്തതാണ്? തദ്ദേശീയമായി നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബേജാബാഖൂർ ബ്രിഡ്ജ്. നമ്മുടെ എൻജിനീയറിംഗ് മാർവലിൻ്റെ, ഇന്ത്യയുടെ എൻജിനീയറിംഗ് മാർവലിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് ബേജാബാഖൂർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ ബ്രിഡ്ജിനെ നോട്ട് ജസ്റ്റ് എ കൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിട്ടല്ല കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് എ ലൈഫ് സേവിങ് ബ്രിഡ്ജ് എന്ന് പറയാൻ കാര്യം എന്ന് പറയുന്നത് ബേജാബാഖൂർ ബ്രിഡ്ജ് ഏത് നദിയിലാണ്, മനസ്സിലായല്ലോ. അപ്പം ഈ നദി അല്ലെങ്കിൽ ഈ സ്ഥലങ്ങൾ അത് മധുബാനിയെയും സുപ്പൗൽ എന്ന് പറയുന്ന ബീഹാറിലെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്. ഇത് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അതായത് മഴ മൂലം വെള്ളപ്പൊക്കം ഉണ്ടായി രക്ഷപ്പെടാൻ കഴിയാതെ ഒറ്റപ്പെട്ട് മരിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണിത്. അപ്പം ആ ഫ്ലഡ് ഇവാക്യുവേഷൻ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു ബേജാബാഖൂർ ബ്രിഡ്ജ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇറ്റ് ഈസ് എ ലൈഫ് സേവിങ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് ഏത് നദിയിലാണ്? ബീഹാർ ആകുമ്പോൾ പിന്നെ ഏത് നദിയിലേക്ക് പോകാം? നമുക്ക് കോസി റിവറിലേക്ക് പോകാം. ഏത് റിവറിലേക്ക് പോകാം? കോസി റിവറിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പം കോസി റിവറിലാണ് ബേജാബാഖൂർ ബ്രിഡ്ജ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് കംപ്ലീഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ മധുബാനി, സപ്പോൾ പോലെയുള്ള അണ്ടർ റിസർവ്ഡ് ആയിട്ടുള്ള ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെ പാട്നയുമായും NH-27 ഇതെന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. അപ്പം എന്താ പ്രത്യേകത? ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഒരുപാട് ആൾക്കാരെ രക്ഷിക്കാനായിട്ട് കഴിയും. ലെങ്ത് വലുതായിട്ടൊന്നുമില്ല, 13.3 കിലോമീറ്ററാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ലെങ്ത്. പക്ഷേ അതല്ല ഇതിൻ്റെ പ്രത്യേകത. 101 കോടി രൂപയോളം ചിലവാക്കിയാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചത്. അതല്ല പ്രത്യേകത, ഒരുപാട് ആൾക്കാരെ, തൗസൻഡ്സ് ഓഫ് പീപ്പിൾസിനെ കോസിയിലെ ഫ്ലഡ് പ്ലെയിൻസിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് കഴിയും. ഓക്കെ, പിന്നീട് ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഈ ബേജാബാഖൂർ റിവർ സിസ്റ്റം വന്നതോടുകൂടി 100 മുതൽ 200 കിലോമീറ്റർ വരെ ട്രാവൽ ലെങ്ത് കുറയ്ക്കാൻ കഴിയുന്ന സിസ്റ്റവുമുണ്ട്. പക്ഷേ പ്രൈമർലി എയിം ഫ്ലഡ് പ്ലെയിൻസിൽ നിന്ന് ആൾക്കാരെ ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ക്ലാസ്സിലെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ, റീസെൻ്റ്ലി യൂണിയൻ ഹോം മിനിസ്റ്റർ ചെയർഡ് ബൈ എ മീറ്റിംഗ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ടു സ്ട്രെങ്തൻ സെക്യൂരിറ്റി ഓവർസൈറ്റ്സ് ഓഫ് പോർട്ട്, ഷിപ്സ് ആൻഡ് മാരിടൈം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ, which will act as the which act Bureau Port Security to be constituted. അതായത് നമ്മുടെ രാജ്യത്ത് തുറമുഖങ്ങളുടെ, അതായത് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് പോലെയുള്ള പോർട്ടുകളുണ്ടല്ലോ, ആ പോർട്ടുകളിലെ സെക്യൂരിറ്റി സിസ്റ്റം ശക്തമാക്കാനായിട്ട് പുതിയ ഒരു സെക്യൂരിറ്റി ബോഡിയെ കൊണ്ടുവരികയാണ്. അതിൻ്റെ പേരെന്താണ്? ആദ്യം തന്നെ പഠിക്കുക, ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റി, BOPS കൊണ്ടുവരുന്നത് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഏത് ആക്ട് പ്രകാരമാണ്? 2025 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ മെർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റി നിലവിൽ വരുന്നത്. സോ ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തെ വെസൽസിൻ്റെയും പോർട്ട് ഫെസിലിറ്റീസിൻ്റെയും ഷിപ്പിൻ്റെയും സെക്യൂരിറ്റി ഉറപ്പുവരുത്തുവാനായിട്ട് കഴിയും. ഇതിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 2025 പാസ്സാക്കിയ നിയമപ്രകാരം വന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് സെക്ഷൻ 13 ഓഫ് ന്യൂലി പ്രൊമോട്ടഡ് മെർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട് 2025 വരുന്നു. അപ്പം നമ്മളുടെ രാജ്യത്ത് നിലവിൽ വരുന്ന ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ ജനറൽ ആയിരിക്കും. ആരായിരിക്കും? ഒരു ഡയറക്ടർ ജനറൽ ആയിരിക്കും അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ബ്യൂറോ ഈസ് ബീയിങ് മോഡൽ ഓൺ ദി ലൈൻസ് ഓഫ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ മാതൃകയിലാണ് സ്കൈ മാർഷൽസ് ഒക്കെ ഉള്ള സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇല്ലയോ, അതേ രീതിയിലാണ് ഇതെന്ത് ചെയ്തിട്ടുള്ളത്? സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടർ ജനറൽ ആവാൻ കഴിയുന്നത് പേ 15 സ്കെയിലുള്ള ഒരു IPS ഓഫീസർ ആയിരിക്കും. ആരായിരിക്കും? ഒരു പേ 15 സ്കെയിലുള്ള ഒരു IPS ഓഫീസർ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന
ഗാർഡുകളെല്ലാം ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സസിൽ നിന്നും മറ്റ് പാരാമിലിറ്ററി ഫോഴ്സുകളിൽ നിന്നും ഡെപ്യൂട്ടേഷന് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ പോർട്ടിൻ്റെ സെക്യൂരിറ്റി ഉറപ്പാക്കാനായിട്ട് വന്ന പുതിയ ഡെഡിക്കേറ്റഡ് ബോഡിയുടെ പേരെന്താണ്? ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റി എന്നുള്ളതാണ് അതിൻ്റെ പേര്. സെക്ഷൻ 13 അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡയറക്ടർ ജനറൽ ആരായിരിക്കും? ഒരു IPS ഓഫീസർ ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ചോദ്യത്തോടു കൂടി നമ്മളുടെ ഈ ഒരു സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും കൂടി എന്താണ് നമ്മളുടെ ഇനി സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ അല്ലെങ്കിൽ കോഴ്സുകളെല്ലാം ഒറ്റ പ്ലാനിൽ അവതരിപ്പിക്കുന്ന NDAയുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ ഒന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്തൊക്കെയാണ്? ട്രിപ്പിൾ ട്രാക്ക് വാലിഡിറ്റിയോടുകൂടി 1.5 lakh പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും 10,000+ റെക്കോർഡഡ് സെക്ഷൻസും 10,000+ മോഡൽ എക്സാംസും 1,000 സ്പെഷ്യൽ എക്സാംസും സ്പെഷ്യൽ PYQ സീരീസും അതേപോലെ തന്നെ എക്സ്പെർട്ട് മെൻ്റൽ സപ്പോർട്ടും കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ് എല്ലാമുള്ള ഒരു എക്സ്ക്ലൂസീവ് പാക്കേജാണ് പുതിയ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷൻ പ്ലാൻ ഓഫ് ദി എൻട്രി ആപ്പ്. സോ ഈ ഒരു പ്ലാനിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് പ്ലീസ് ഡു കോൺടാക്ട് വിത്ത് അസ്. നമ്പർ ഈസ് 7736122215. ഓക്കെ, എന്തായാലും കോൾ ചെയ്യുക. ഇനി കോൾ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തും ഞങ്ങളെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പത്രം വായിക്കുക. 2026 നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ഇറ്റ്സ് മീ വിശ്വനാഥ് സൈനിങ് ഓഫ് ഫ്രം എൻട്രിയ. താങ്ക് യു.